നമസ്കാരം, എല്ലാവർക്കും സത്തർ മനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടാണ് ഞാൻ ഒന്ന് വന്നിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, മട്ടനാണ് ഉണ്ടാക്കുന്നത്. മട്ടൻ ഗീ റോസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ മട്ടനാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അളവുകൾ അതിനനുസരിച്ചിട്ടൊന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ 1/4 കിലോ മട്ടൻ നമ്മൾ ഇനി ഒന്ന് മാരിനേറ്റ് ചെയ്യണം. നന്നായിട്ട് കഴുകി വെച്ചതാണിത്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വേറെ പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി വേണം. കശ്മീരി മുളക് പൊടി എടുക്കുവാണെങ്കിൽ നമ്മുടെ മട്ടൻ റോസ്റ്റിന് നല്ലൊരു കളർ കിട്ടും. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ എരിവുള്ള മുളക് പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിൽ ചെറുതായിട്ടൊന്ന് വ്യത്യാസം വരുത്തി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള കുരുമുളക് പൊടിക്ക് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കുരുമുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് മാറ്റം വരുത്താൻ ശ്രദ്ധിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. അതേപോലെ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതേപോലെ 1 ടീസ്പൂൺ, ഒരു വലിയ സ്പൂണ് നല്ല കട്ടിയുള്ള തൈര്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസാല എല്ലാ ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂർ ഞാനിത് വെക്കാൻ പോവുകയാണ് ഇങ്ങനെ. അപ്പോൾ എത്രത്തോളം നിങ്ങൾ വെക്കുന്നോ അതിനനുസരിച്ചിട്ട് മസാല നന്നായിട്ട് ഇറച്ചിയിലേക്ക് പിടിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ അത് നോക്കിക്കേ, ഏകദേശം 1 മണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം ഈ മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ കുക്കറിൽ വെക്കുന്നതിന് മുന്നേ, അതായത് വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണവും അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണവും ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാടൊന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല, ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി, അത്രേ വേണ്ടൂ. നമ്മൾ വേവിക്കാൻ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാം. നമുക്ക് ആ പൊടികളുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിക്കേ, അപ്പം ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി നമ്മളിതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ നിങ്ങളെടുത്തിട്ടുള്ള മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ടിരിക്കും ഇത് നിങ്ങൾ എത്രത്തോളം വിസിലെടുക്കണം എന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 3 വിസിൽ ഞാൻ വേവിക്കാൻ പോവുകയാണ് അടച്ചു വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. മട്ടൻ്റെ ഏകദേശം ഒരു പകുതി വെള്ളം മതിയാവും. അപ്പം അതന്നെ അധികമാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ 3 വിസിൽ വരുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. മട്ടൺ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 1-2 വിസിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനെന്തായാലും മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 3 മുതൽ 4 വിസിൽ വരെ ഞാൻ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് അത് വ്യത്യാസം വരുത്താൻ ശ്രദ്ധിക്കണം. നോക്കിക്കാൻ ഞാൻ മട്ടൺ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഞാൻ 3 മുതൽ 4 വിസിൽ വരെ 4 വിസിൽ ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഷർ മുഴുവനും പോയതിന് ശേഷമാണ് ഞാൻ തുറന്നിട്ടുള്ളത്. മട്ടൺ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. പാനിലേക്ക് ഏകദേശം ഒരു 2 വലിയ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പാതി എണ്ണയും നെയ്യും പാതിയായിട്ട് എടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം പട്ട, അതേപോലെ തക്കോലത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഗ്രാമ്പു, ഏകദേശം 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം.
അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്ന സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് ഒഴിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ ഓൾറെഡി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിക്കണം. അപ്പോൾ ഇത് നോക്കിക്കേ, ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മട്ടൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മട്ടനിലേക്കൊന്ന് പിടിക്കണം. നെയ്യും മസാലയൊക്കെ ഒന്ന് ആ ഒരു ഫ്ലേവറൊക്കെ മട്ടനിലേക്ക് ഇറങ്ങുന്നത് വരെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും, അതും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ മട്ടൻ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർക്കാം. അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് വരും ഇതിന്. ഇപ്പോൾ മല്ലിയില ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇതെല്ലാവരും ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 സ്പെഷ്യൽ റെസിപ്പീസിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 7 മിനിറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.